നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ മലയാളിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് പ്രവാസ ലോകത്തിൽ നിന്നും പുറത്തുവരുന്നത്. ക്ലാപ്പന പ്രയാർ തെക്ക് കാട്ടേത്ത് മോഹൻ റോയിയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നവംബർ 25 മുതൽ മോഹനെ കാണാനില്ലായിരുന്നു എന്ന് പരാതികളുണ്ടായിരുന്നു. അതിനിടെയാണ് ഇന്നലെ പുലർച്ചെ മീന അബ്ദുള്ളയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. സമീപത്തു നിന്ന് ലഭിച്ച പേഴ്സ് ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. 3 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയാകും മൃതദേഹം വിട്ടു നൽകുക. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ബന്ധുക്കൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന് പരാതി നൽകി. പ്രീതയാണ് മോഹൻ റോയിയുടെ ഭാര്യ, മകൾ സെഞ്ചൽ. കൂടാതെ പന്തളം സ്വദേശി കുവൈറ്റിൽ നിര്യാതനായി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. കലാ കുവൈറ്റ് മഹബൂല യൂണിറ്റ് അംഗവും പത്തനംതിട്ട പന്തളം കുമ്പാല സ്വദേശിയുമായ സോപാനത്തിൽ സന്തോഷ് കുമാർ സോമരാജനാണ് കുവൈറ്റിൽ നിര്യാതനായത്. അൽ അഹ്ലിയ സ്വിച്ച് ഗിയർ കമ്പനിയിൽ വെൽഡറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. നേരത്തെ ദുബായ് ബായ് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപത്തെ തുരങ്കപാതയിലുണ്ടായ കാർ അപകടത്തിൽ മലയാളി ഡോക്ടർ മരിച്ച വിവരം ഏറെ ഞെട്ടലോടെയാണ് പ്രവാസികൾ കേട്ടത്. തിരുവനന്തപുരം സ്വദേശിയും ദുബായ് അൽ മുസല്ല മെഡിക്കൽ സെന്ററിലെ ഡോക്ടറുമായ ജോൺ മാർഷൽ സ്കന്നറാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തുരങ്കപാതയിലൂടെ സഞ്ചരിക്കവേ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന് തീ പിടിക്കുകയും ചെയ്തു. അഗ്നിശമന സേനാ വിഭാഗം കുതിച്ചെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഡോക്ടറുടെ ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. മരിച്ചത് സ്കിന്നറാണെന്ന് ബുധനാഴ്ച മാത്രമാണ് ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും മനസ്സിലായത്. ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ മലയാളികൾ മരിക്കുന്നത് ഏറെ ഞെട്ടലോടെയാണ് പ്രവാസ ലോകം കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.